ഒരു യാത്ര പോവാണ്. 2 ദിവസത്തെ ട്രിപ്പ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാൽപ്പാറ, പറമ്പിക്കുളം വന്യജീവി സങ്കേതം, ഈ സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. രാത്രിയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. വെളുപ്പിന് 3 മണിക്ക് ചാലക്കുടി എത്തും. നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ ചാലക്കുടി. അവിടെ നിന്ന് ഫ്രഷ് ആയിട്ടാണ് അതിരപ്പള്ളിയിലേക്ക് പോകുന്നത്. രാവിലെ തന്നെ അതിരപ്പള്ളിയിലെത്തി. അവിടെ നിന്നും കുറച്ച് നടക്കാനുണ്ട്. ദാ ആ കാണുന്നത് കുളിക്കാനൊക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ വെള്ളമാണ് ഒഴുകി വെള്ളച്ചാട്ടമായി താഴേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് നടന്നാണ് വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഇറങ്ങുന്നത്. നടന്നിട്ട് അങ്ങ് എത്തുന്നില്ലല്ലോ. ഈശ്വര, എൻ്റെ കാലാണെങ്കിൽ വേദനിക്കാനും തുടങ്ങി. കുതിച്ചു ചാടുന്ന വെള്ളച്ചാട്ടത്തിന്റെ വലിയ ശബ്ദം കേൾക്കാം. നമ്മൾ അവിടെ എത്താറായെന്ന് തോന്നുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഏകദേശം 24 കിലോമീറ്റർ ഉയരത്തിൽ നിന്നുമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം പതിക്കുന്നത്. ഒരുപാട് സിനിമകളിൽ ഈ വെള്ളച്ചാട്ടം കാണാം. ബാഹുബലിയിൽ പ്രഭാസ് ചാടിക്കയറിയ വെള്ളച്ചാട്ടവും ഇതുതന്നെ. വാവ്, അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ത് രസാ കാണാൻ. പാൽ പോലെയുള്ള വെള്ളം. ഒത്തിരി ആൾക്കാരിവിടെ ഉണ്ട്. മുകളിൽ നിന്ന് പതിക്കുന്ന വെള്ളത്തിന്റെ ശബ്ദവും മഞ്ഞ് പോലെ തെറിച്ചു വീഴുന്ന വെള്ളത്തുള്ളികളും മനോഹരമായ കാഴ്ച തന്നെ. ഇനി കുറച്ചു നേരം ഫോട്ടോഷൂട്ടിന്റെ സമയമാണ്. അങ്ങനെ വെള്ളച്ചാട്ടവും ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. വന്ന വഴി മുഴുവന് തിരിച്ചു നടക്കണം. തിരിച്ചു കയറ്റമാണ്. ഹോ, മടുത്തത് തന്നെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ഹോ, മടുത്തു പോയിട്ടോ. ഇനി ഒരു കുളിയാവാം. ദാ അവിടെയാണ് സുരക്ഷിതമായി കുളിക്കാനുള്ള സ്ഥലം. അടിച്ചു പൊളിച്ച് അതിരപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ തിരിക്കുവാണ്. ഇനി നേരെ വാൽപ്പാറയിലേക്ക്. തേയിലത്തോട്ടത്തിനിടയിലൂടെ യാത്ര എന്ത് രസമാണെന്നോ. മമ്മി പറഞ്ഞ അത്രയും തണുപ്പൊന്നുമില്ല. ഞാനും റാമും വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിപ്പാണ്. അങ്ങനെ ഞങ്ങൾ വാൽപ്പാറയിലെത്തി. ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് തിരിച്ചു. രാത്രി നല്ല തണുപ്പായിരുന്നു. ഞാൻ കിടന്നതേ ഉറങ്ങിപ്പോയി. രാവിലെ നോക്കിയപ്പോൾ എല്ലായിടത്തും നല്ല മഞ്ഞ്. വയനാട്ടിൽ പോകുമ്പോഴും ഇങ്ങനെ മഞ്ഞ് കാണാറുണ്ട്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മഞ്ഞ് പുതച്ചു നിൽക്കണ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഒരിടത്ത് ബസ് നിർത്തി. എല്ലാവരും ഫോട്ടോ എടുക്കാനായി ഇറങ്ങി. ഈ ഫോട്ടോഷൂട്ടിലുള്ള സമയമാണ്. ഞാനും റാമും തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്രുതി ആൻറ്റി, ദീപങ്ങളും അമ്മാമ്മയും ഒക്കെ മാറി മാറി ഫോട്ടോ എടുത്തു. നേരെ പറമ്പിക്കുളത്തേക്ക്. നെഞ്ചത്ത്
വെറ്റിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. തരക്കൊളുത്തുള്ളോരാ ചേലക്കും വെറ്റിലച്ചെല്ല. കാടിനകത്തൂടെയുള്ള യാത്ര. വീണ്ടും എനിക്ക് വയനാട്ടിലെ കാട്ടിലൂടെ പോകുന്ന പോലെ തോന്നി. ഞങ്ങൾ വന്ന ബസ്സിൽ തന്നെയാണ് പോകുന്നത്. പറമ്പിക്കുളം ടൈഗർ റിസർവയർ. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഭാഗമാണെങ്കിലും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലൂടെ വേണം പറമ്പിക്കുളം എത്താൻ. അവിടുത്തെ കാഴ്ചകളാണിനി. മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല. പറമ്പിക്കുളം ടൈഗർ റിസർവയറിലാണ് തൂണക്കടവ് ഡാം. ഈ ഡാമിൻ്റെ മറ്റൊരു ഭാഗത്ത് ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്. ഇനി അവിടുത്തെ ചങ്ങാട യാത്രയിലേക്ക്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ചങ്ങാടത്തിൽ പോകുന്നത്. മുള കൊണ്ടുള്ള ചങ്ങാടമാണ്. ആ ഡാമിൽ മുതലകളും ചീങ്കണ്ണിയും ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. എന്നാലും ചങ്ങാടത്തിലിരുന്ന് വെള്ളത്തിൽ കളിച്ച് അടിച്ചു പൊളിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് ഒത്തിരി ആനിമൽസിനെ കണ്ടു. മാൻ, കാട്ടാന, മ്ലാവ്, കാട്ടുപോത്ത്. കാട്ടുപോത്തിനെ തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റി. ഒരു പുള്ളിപ്പുലിയെ അകലെ നിന്ന് കാണാൻ പറ്റി. പക്ഷേ ബസ് നിർത്തി കാണാനൊന്നും പറ്റിയില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമരം ഇവിടെയാണുള്ളത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മരങ്ങളിലൊന്നാണിത്. ഞങ്ങളുടെ യാത്ര വൈകിയതിനാൽ കന്നിമരം കാണാൻ പറ്റിയില്ല. മനോഹരമായൊരു യാത്രയാണ് പറമ്പിക്കുളം. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും ഒരിക്കൽ അവിടെ പോകണേ. അങ്ങനെ ഞങ്ങളുടെ 2 day ട്രിപ്പ് അവസാനിച്ചു. ഞങ്ങൾ ഇനി തിരിച്ചു വീട്ടിലേക്ക്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ കൂട്ടുകാരെ.